നമസ്കാരം. ബിഗ് 18 ടിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിസി ക്ലീറ്റസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചി കോക്കേഴ്സ് തിയേറ്ററിന് മുൻപിലാണ്. കോക്കേഴ്സ് തിയേറ്റർ അരനൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവർത്തനം ആരംഭിച്ച ഈ തിയേറ്ററിന് ആദ്യകാലത്തെ പേര് സൈന എന്നായിരുന്നു. ഇപ്പോൾ ഈ തിയേറ്റർ കൊച്ചിക്കാരുടെ സ്വന്തം തിയേറ്ററായിട്ട് എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന വളരെ നല്ല സിനിമകൾ പ്രദർശനത്തിനെത്തിയിരുന്ന ഒരു തിയേറ്ററായിരുന്നു കോക്കേഴ്സ് തിയേറ്റർ. 2017 ഏപ്രിൽ 27 രാവിലെ അന്നത്തെ കൊച്ചിൻ കോർപ്പറേഷൻ മേയറായിരുന്ന ശ്രീമതി സൗമിനി ജെയിൻ്റെ നേതൃത്വത്തിലുള്ള അധികാരി സംഘങ്ങൾ ഇവിടെ വന്ന് ഇത് സീൽ വെച്ച് പൂട്ടിപ്പോവുകയുണ്ടായി. എന്തിനെന്നോ ഏതിനെന്നോ ഈ പരിസരവാസികൾക്ക് പോലും അറിയില്ല. അതാണ് സത്യം. ഇപ്പോൾ 9 വർഷത്തിന് ശേഷം ഈ തിയേറ്റർ ആരും തിരിഞ്ഞു നോക്കാതെ അതിൻ്റെ വളരെ ശോചനീയമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം. കൂടാതെ ഈ പരിസരത്തുള്ളവർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് കേൾക്കാം. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് നിക്കോളസ് എന്നാണ്. ഞാനിവിടെ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം 35 കൊല്ലമായിട്ട് തന്നെ ഇവിടെ തന്നെ ഉണ്ട്. എൻ്റെ പണിയും സംബന്ധമായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ്. ഇപ്പം 35 കൊല്ലമായിട്ട് ഇവിടെ നിന്ന് തന്നെ മാറിയിട്ടില്ല, ഇവിടെ തന്നെയാണ്. അതിന് ഇപ്പുറമായിട്ട് ഇങ്ങനെ വന്നു ഇങ്ങനെ നിൽക്കണം ഒരാളാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതേ നമ്മുടെ തിയേറ്റർ ഉണ്ടല്ലോ, കോക്കേഴ്സ് തിയേറ്റർ. ഈ തിയേറ്റർ ഇപ്പോൾ പൂട്ടിയിട്ടിട്ട് ഏകദേശം ഒരു 7-8 വർഷത്തോളമായി കാണൂലേ? സൗമിനി ജയൻ മേയറായിട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ കോക്കേഴ്സ് തിയേറ്റർ പൂട്ടിയത്. കോക്കേഴ്സ് തിയേറ്റർ പൂട്ടുന്നതിന് മുമ്പ് ഇവിടെ പടങ്ങളും എല്ലാം നന്നായിട്ട് നടന്നുകൊണ്ടിരുന്നൊരു കാലഘട്ടമായിരുന്നു. പിന്നെ എന്താണെങ്കിലും ഒരു കുറഞ്ഞ ചിലവിൽ ആൾക്കാർക്ക് 20 രൂപ മുടക്കിയിട്ട് വന്നാൽ തിയേറ്ററിനകത്തിന് സിനിമ കാണാനായിട്ടൊരു സൗകര്യം ഉണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നത്. കുറേ നേരം പോക്കിന് വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ അവിടെ ആയിട്ട് സിനിമ കാണും. അപ്പോൾ കുറേ സന്തോഷമായിട്ട് അങ്ങനെ പോകുന്നൊരു കാലഘട്ടത്തിൽ വന്ന് ഒരു സുപ്രഭാതത്തിൽ അത് പൂട്ടിയിട്ടിട്ട് പോയതിന് ശേഷം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ അതിനെക്കുറിച്ച് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ പൂട്ടൽ മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് ഒന്ന് നന്നാക്കി എടുക്കേണ്ട കാര്യം നമ്മുടെ എല്ലാവരുടെയും കടമയായിരുന്നു. പക്ഷെ അത് തിരിഞ്ഞു നോക്കാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ സാധനം ചവറും ഒക്കെ വാരി അതിനകത്തിട്ട് ഈ കഞ്ചാവും കള്ളും ഒക്കെ കുടിച്ച് പിന്നെ ഇത് തല്ലിപ്പൊളിയായിട്ട് നടക്കുന്ന ആൾക്കാരുടെ ഒരു കേന്ദ്രമായി മാറിയത്. അതാരും തിരിഞ്ഞു നോക്കാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അതങ്ങനെ കിടന്ന് നശിക്കുകയാണ് ചെയ്യണം. അതൊരു പുരോഗമന രീതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ നാടിന് തന്നെ, നമ്മുടെ ഈ പ്രദേശത്തിനൊരു നല്ലതായിരിക്കും. അതെ, നന്നായിട്ട് നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു തിയേറ്റർ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടവും അതുപോലെ തന്നെ മാലിന്യ കൂമ്പാരവുമാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. ആ കെട്ടിടമാണെങ്കിലും ആകെ പൊളിഞ്ഞ് ഇപ്പോൾ വീടുന്നുള്ള രീതിയിലൊക്കെയാണ് ആ കെട്ടിടത്തിന്റെ അവസ്ഥയും. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ കെട്ടിടം പൊളിച്ച് പണിയാനാണോ, അതോ ഈ കെട്ടിടം ഇതേപോലെ നിർത്തി പഴയപോലെ തിയേറ്റർ തന്നെ വരണം എന്നാണോ, മറ്റെന്തെങ്കിലും ഓഡിറ്റോറിയമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലൊക്കെ ആക്കാൻ, എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം? ഇത് നല്ല രീതിയിൽ ഒരു എന്തെങ്കിലും സ്ഥാപനമായിട്ട് നടത്തിക്കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ നാടിനും നമ്മുടെ ഈ പ്രദേശത്തിനും ഒരു നല്ലതാണ്. ഇതെന്തെങ്കിലും ഒരു തിയേറ്ററാ അല്ലെങ്കിൽ ഈ കല്യാണ മണ്ഡപമാ അല്ലെങ്കിൽ അതേമാതിരി തുടർന്നുള്ള എന്തെങ്കിലും സാധനമാണെങ്കിൽ ഈ വെറുതെ കിടക്കുന്ന ഈ സ്ഥാനത്ത് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായി ഗവൺമെന്റിന് തന്നെ ഒരു നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ ഇവിടെ നിന്ന് സാധിക്കും. ഈ സ്ഥലം വെറുതെ നശിപ്പിച്ച് കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിനുള്ള വഴി ഗവൺമെന്റാണ് ഇത് കാണേണ്ടത്. അപ്പോൾ ഈ തിയേറ്റർ ഒരു സുപ്രഭാതത്തിൽ ഇതങ്ങ് പൂട്ടി. എന്താണ് കാരണമെന്നോ എന്തിനാണ് ഇത് പൂട്ടിയതെന്നോ അതിനെപ്പറ്റി വല്ലതും ചേട്ടൻ അറിയോ? കാരണം എന്താണെന്നാ ഒന്നും അറിയാൻ പാടില്ല. ഒരു ദിവസം രാവിലെ ഏകദേശം ഒരു 5:30-6 മണിക്കുള്ളിൽ അത് അവിടെ ലോക്കിട്ട് അവർ കുറേ ആൾക്കാർ കൂടി വന്നത് പൂട്ടി അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ജോലി നഷ്ടമാവുകയാണ് ചെയ്തേക്കുന്നത്. ഇത്ര ആൾക്കാർ അവിടെ പണിയെടുത്ത് ജീവിച്ചിട്ടുണ്ട്. അതിനകത്തുണ്ടായിരുന്ന ആ ഫിലിം അന്ന് വരെ ഓടി നിന്നിരുന്ന ആ മെഷീനും ആ മൈക്കും അതേപോലെയുള്ള സർവത്ര സാധനങ്ങളും ആൾക്കാർ പറിച്ചു കൊണ്ടുകൊണ്ട് പോയി അത് നശിപ്പിക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി ഒരിക്കലും അതൊരു ആ മെഷീൻ വെച്ച് ഓടിക്കാനോ ആ മെഷീൻ തന്നെ അവിടെ ഉണ്ടാകുക എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം സർവ്വതും നശിപ്പിച്ച് സർവ്വതും കൊണ്ടുപോയി ആൾക്കാർ കട്ടണ്ട് പോവുകയാണ് ചെയ്തേക്കുന്നത്. അല്ലാണ്ട് അവിടെ ഒന്നും ബാക്കിയുണ്ടായില്ല, നശിപ്പിക്കുകയാണ് ചെയ്തേക്കുന്നത്.
അപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി അത് ഒരു എന്തെങ്കിലും ഗവൺമെന്റിന് പറ്റുന്ന രീതിയിലുള്ള ഒരു സംഗതിയായി മാറ്റിയാൽ ഇവിടെ പ്രദേശത്തിന് തന്നെ നല്ലതായിരിക്കും. ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ആ ബിൽഡിങ് അവിടെ എന്തെങ്കിലും നല്ല ഒരു സംരംഭം വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലേ? അങ്ങനെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്താണെങ്കിലും ഗവൺമെന്റിന്റെ ഒരു നല്ല ഇത് ഗവൺമെന്റിന് മനസ്സിലാക്കിക്കൊണ്ട് അത് കൈകാര്യം ചെയ്താൽ ഇവിടത്തെ ഈ പ്രദേശവാസികൾക്ക് തന്നെ നല്ലതായിരിക്കും. ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുത്തിരുന്ന ഒരു സ്ഥാപനമായിരുന്നു. അവരൊക്കെ ഇപ്പൊ ചത്തുകെട്ടുപോയി. ജോലിയില്ലാണ്ട് പല ആൾക്കാരും മീൻ കച്ചവടത്തിനും ഐസ് പൊട്ടിക്കലിനും മറ്റതിനും മറിച്ചതിനുമായിട്ടൊക്കെ നടന്ന് ഇപ്പൊ ദാരിദ്ര്യം കൊണ്ട് തന്നെ മരിക്കുകയാണ് ചെയ്തത്. സൈവർ എന്നൊക്കെ പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ അവിടെ ഇവിടെയും നടന്ന് തെണ്ടിയാണ് മരിച്ചത്. ഇവിടെ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിച്ചിരുന്ന വെച്ച ആൾക്കാരാണ്. അങ്ങനെയൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ വിഷയം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ പെടട്ടെ എന്ന് ആഗ്രഹിക്കാം. അതോടൊപ്പം അവരോട് ഞങ്ങൾക്കും ആവശ്യപ്പെടാനുള്ളത് ഇതിങ്ങനെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായി മാറേണ്ട ഒരു കെട്ടിടവും സ്ഥലവും ഇത്രയും വർഷങ്ങളായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു മോചനം വേണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ചേട്ടൻ ഈ തിയേറ്റർ ഇങ്ങനെ കിടക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇങ്ങനെ കിടക്കുന്ന അഭിപ്രായം എന്താ പറയാ, ഇങ്ങനെ ഇവിടെ കിടന്ന് പോയാൽ നശിഞ്ഞു പോയുള്ളു. അത് പാടില്ല. അത് നല്ല രീതിയിൽ ആക്കുന്നതും പ്രവർത്തിച്ച് എല്ലാം നല്ല രീതിയിലാക്കി ജനങ്ങൾക്ക് ഫലപ്രയോജനം ഉണ്ടാക്കുക, അതാണ് വേണ്ടത്. ശരിയല്ലേ? അതെനിക്ക് പറയാം. ഭയങ്കര പ്രശ്നങ്ങളാണ് ഇവിടെ. എന്താണ് ഇവിടെ സംഭവം? ഇവിടെ എന്താ കഞ്ചാവിന്റെ പരിപാടിയുടെ എല്ലാ പരിപാടിയും. പിന്നെ മാലിന്യം, ഒത്തിരി മാലിന്യം കൊണ്ടിരുന്ന് കണ്ടതാ. മാലിന്യം കൊണ്ടുപോയി ഇടുന്നുണ്ട്. പിന്നെ കഞ്ചാവിന്റെ പരിപാടി മറ്റെല്ലാ പരിപാടിയും ഇവിടെ ഉണ്ട്. അതെന്താ ഇവിടെ ആരും ശ്രദ്ധിക്കാനില്ലാത്ത കൊണ്ടാണ്. നമ്മളിപ്പോ സംസാരിക്കാൻ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലെ കോൺഗ്രസിന്റെ ഒരു സജീവ പ്രവർത്തകനും സീനിയർ പ്രവർത്തകനും കൂടിയായ ശ്രീ GP എന്ന് നമ്മൾ കൊച്ചിക്കാർ വിളിക്കുന്ന ജയപ്രകാശ് സാറിനോടാണ് ജയപ്രകാശ് നാരായണൻ. കോക്കോസിന് മുമ്പ് സൈന തിയേറ്റർ ആയിരുന്നു. സൈന ആ കാലഘട്ടത്തിൽ ഇപ്പൊ ഈ സമയം എന്ന് പറഞ്ഞാൽ ഒരു 5 മണിയായിട്ടില്ലേ? 5 എത്രയായിട്ടുണ്ട്? 5 മണിയായിട്ടുണ്ട്. ഈ 5 മണി സമയത്ത് കൂട്ടമായിട്ട് വന്നിട്ട് ബോയ്സ് വന്ന് നിൽക്കും. ഈ 5 മണി സമയത്ത് വന്ന് നിൽക്കണ എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് പഴയ പാട്ടുകൾ വെക്കും. സൈനയിൽ പഴയ പാട്ടുകൾ വെക്കണ കേൾക്കാനായിട്ട് കൂട്ടമായിട്ട് വന്ന് നിൽക്കും. എന്നിട്ട് 6, 6:30, 6:45 വരെ നിന്നിട്ടാണ് പോണത് ചെറുപ്പക്കാർ. അങ്ങനത്തെ ഒരു കാലഘട്ടം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഏത് സമയത്തും തിരക്കാണ്. അതേപോലത്തെ സിനിമകളാണ് ഇടുന്നത്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഫിലിം ഭയങ്കര റെയറായിട്ടുള്ള എവിടെ നിന്നെങ്കിലും തപ്പിയെടുത്ത് ഈ സൈന ഉള്ളപ്പോൾ തൊട്ട് ഈ പരുക്കുട്ടി സാറ് ഇടുമായിരുന്നു ഇംഗ്ലീഷ് ഫിലിം. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറച്ച് തറവാക്കാനായിട്ട്, ഞാനൊക്കെ അന്ന് ബ്രിട്ടോ സ്കൂളിൽ പഠിക്കുന്നതാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറേ തറവാക്കാനായിട്ട് ഈ ഫിലിം കണ്ട നല്ലതാണെന്ന് പറഞ്ഞ് എല്ലാ ചെറുപ്പക്കാരും ബ്രിട്ടോ സ്റ്റുഡൻറ്റ് പ്രത്യേകിച്ച് ഒക്കെ ഇവിടെ വന്ന് സിനിമ കാണുമായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ആയിരുന്നു ഈ പഴയ കാലഘട്ടം. ഇതിൻ്റെ പിന്നെ അതിന് ശേഷം പിന്നെ കോക്കസും ആരും അവർ നല്ലോണം നടത്തിയിരുന്നവർ, നല്ല സിനിമയൊക്കെ ഇട്ട് നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ സ്ഥിതി മാറിയേ പറ്റൂ. നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് വെറുതെ ഇങ്ങനെ രാത്രിയാവുമ്പോൾ ഇഷ്ടമുള്ളവർക്ക് കയറി ഇവിടെ കിടക്കുക, അങ്ങനത്തെ ഒരു സ്ഥിതി. പിന്നെ പട്ടികളാണെങ്കിൽ ഇവിടെ പാമ്പ് ശല്യം മൂത്തിരിക്കണം. ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഒരു മതിൽ പുറകിൽ ഇത് കോക്കസിന്റെ ഒരു മതിൽ പുറകിൽ വീണപ്പോൾ ആ ഇടവഴിയിൽ ഒരു 25 മീറ്റർ വരെ ഒരാൾ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കാലൊടിഞ്ഞു പോയാനെ. വേറൊരു മതിലിന്റെ പറ്റയാണ് വന്ന് അത് വീണത്. അപ്പൊ വേറൊരാൾ അതിലെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കാലൊടിഞ്ഞു പോയാനെ ഷുവറായിട്ടും.
അതൊക്കെ ഒന്നെടുത്ത് മാറ്റി എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ എത്രയും വേഗം ഈ സ്ഥലം, ഇങ്ങനെ കിടക്കുന്ന സ്ഥലം മാറിയേ പറ്റൂ. അപ്പൊ എന്താണ് ഇത്, എന്തുകൊണ്ടാണ് ഇത് പൂട്ടിയത് എന്നുള്ളതിന് ഒരു അല്ല, വിശദീകരണം ഇങ്ങനെ പെട്ടെന്ന്? പൂട്ടിയത് കുറച്ച് കേസുകളൊക്കെ ഉണ്ടായിരുന്നു കോർപ്പറേഷനൊക്കെ ആയിട്ട്, ഇതിന്റെ ഓണർ, അതിന്റെ ഓണറും ഒക്കെ ആയിട്ട്. അതൊക്കെ എല്ലാം ക്ലിയർ ആക്കി. ഇത് സൗമിനി ജയൻ മേയറായിരിക്കുന്ന സമയത്ത് ഇതെല്ലാം പൂട്ടി താക്കോലെടുത്താണ്. അതെല്ലാം ക്ലിയർ ആണ്. ഇപ്പൊ ഇനി ടോക്കീസിനുള്ള പ്ലാൻ ഉണ്ട് ഇവിടെ. വീണ്ടും ടോക്കീസിനുള്ള പ്ലാനും അടിയിൽ ഹോളും ഒക്കെ ആയിട്ടുള്ള പ്ലാൻ ഉണ്ട്. അതൊന്ന് കണ്ടിന്യൂ ചെയ്യുക. അത് കണ്ടിന്യൂ ചെയ്ത് എത്രയും വേഗം ഈ സിറ്റുവേഷൻ, ഈ പ്രദേശത്തിന്റെ ഒരു ഭംഗി കിട്ടാൻ ഇത് മാറിയേ പറ്റൂ. അതിന് എത്രയും വേഗം ഈ ടോക്കീസ് ക്ലിയറാക്കി അടിയിൽ ഹോളും ഒക്കെ ആയിട്ട് കൊച്ചിൻ കോർപ്പറേഷൻ പുതിയ പണി ചെയ്യട്ടെ എന്നാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം. ഈ കെട്ടിടം പൊളിക്കുക തന്നെ വേണം. പൊളിച്ച് എല്ലാം മാറ്റി. ഇപ്പൊ തൽക്കാലം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ കെട്ടിടം പൊളിച്ച് മാറ്റി ക്ലീൻ ആക്കി ഇടുക. അപ്പൊ എന്നാലേ ഇവിടെ നീറ്റ് ആവുള്ളൂ. എല്ലാം പൊളിച്ച് മാറ്റി നീറ്റായിട്ട് ഇടുക. പിന്നെ ടോക്കീസ് പണിയാനുള്ള ഇത് ആരംഭിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഈ വിഷ്വല് എല്ലാവരും കാണുന്നുണ്ടാകും. നമ്മുടെ കോക്കേഴ്സ് തിയേറ്ററിന്റെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു മാലിന്യ കൂമ്പാരം, അതായത് നാട്ടുകാരുടെ മാലിന്യം സംസ്കരിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. വളരെ വൃത്തിഹീനമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം. അതുപോലെ തന്നെ ഈ മതിലൊക്കെ ആണെങ്കിലും അത് തുറന്നു കിടക്കുന്നുണ്ട്. ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇതിനകത്ത് കയറാം. അതുകൊണ്ടാണ് ഇവിടെ ഈ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഉള്ളത്. കൂടാതെ ഈ കെട്ടിടത്തിനകത്താണെങ്കിലും വളരെയധികം ശോചനീയമായ ഒരു അവസ്ഥയിലാണ്. ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. എല്ലാം തന്നെ പൊളിഞ്ഞ് നാശമായിട്ട് കിടക്കുന്നു. ഒത്തിരി സാധനങ്ങൾ ഇവിടെ നിന്ന് ആളുകൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടും ഉണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു തിയേറ്ററിൻ്റെ ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. വളരെ വൃത്തിഹീനമായിട്ടും പൊളിഞ്ഞ് ഇതിൻ്റെ സീറ്റ്, ഇതിനകത്തുണ്ടായിരുന്ന കസേരകളൊക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്, പൊളിച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. വളരെ സങ്കടകരമായ ഒരു കാര്യമായിട്ടാണ് ഇത് കണ്ടിട്ട് തോന്നുന്നത്. വളരെ ഖേദം തോന്നുന്നു ഇത് കണ്ടിട്ട്. ഇനിയെങ്കിലും നമ്മുടെ അധികാരികൾക്ക് ഇതിൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഇത് വളരെ ഭംഗിയാക്കി മാറ്റാൻ മാറ്റുന്നതിനുള്ളൊരു തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇത് പരിഹാരം കാണണമെന്ന് അധികാരികളോട് അപേക്ഷിക്കുകയാണ്.